നാറ്റോയെ ഉപേക്ഷിച്ച് അമേരിക്ക സ്ഥലം വിട്ടതോടെ അമേരിക്കയുടെ സ്ഥാനത്തേക്ക് കയറിപ്പറ്റി എന്തൊക്കെയോ ചെയ്യാമെന്നായിരുന്നു പാവം ജർമ്മനി കരുതിയിരുന്നത്. എന്നാൽ കളിച്ചത് റഷ്യയോടാണെന്നത് ഏതോ ഒരു സമയത്ത് ജർമ്മനി മറന്നുപോയി. ഉക്രൈന് ആയുധങ്ങൾ നൽകി പടക്കളത്തിൽ കൂടുതൽ കരുത്ത് പകരാനുള്ള പദ്ധതിയുമായിട്ടാണ് ജർമ്മനി ഇത്തവണ രംഗത്തെത്തിയത്. എന്നാൽ ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊരു നീക്കം നടക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഉക്രൈന്റെ അവസ്ഥ തന്നെ ജർമ്മനിക്ക് വന്നു ചേരുമെന്ന് റഷ്യ മുന്നറിയിപ്പും നൽകുകയായിരുന്നു. പക്ഷേ റഷ്യൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഉക്രൈന് ജർമ്മനി നൽകുന്ന ടോറസ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാൽ ജർമ്മൻ പ്രദേശത്തേക്ക് റഷ്യ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യൻ നിയമനിർമ്മാതാവും സ്റ്റേറ്റ് ഡുമ ഡിഫൻസ് കമ്മിറ്റി ചെയർമാനും മുൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രിയുമായ ആൻഡ്രി കാർട്ടാപോളോവ്. ഉക്രൈനിലേക്ക് അയച്ച ദീർഘദൂര മിസൈലുകൾ പ്രവർത്തിപ്പിക്കാൻ ജർമ്മൻ സൈനികരുടെ നേരിട്ടുള്ള പങ്കാളിത്തം ആവശ്യമായിരിക്കും. ഇത് സംഘർഷത്തിൽ ജർമ്മനിയെ നേരിട്ട് പങ്കാളിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദൂരപരിധിയുടെ പരിമിതികളില്ലാതെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഉക്രൈനെ അനുവദിക്കുമെന്ന് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് പറഞ്ഞതിനെ തുടർന്ന് ഈ ആഴ്ച ടോറസ് മിസൈലുകൾ ഉക്രൈനിലേക്ക് കൈമാറാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ഉയർന്നിരുന്നു. ബുധനാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച മെർസ് ടോറസ് സംവിധാനം വിതരണം ചെയ്യുന്നത് സാധ്യമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഉക്രൈൻ സേനയ്ക്ക് അവ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന്റെ നിരവധി മാസത്തെ പരിശീലനം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ബുധനാഴ്ച നൽകിയ അഭിമുഖത്തിൽ ജർമ്മനി അത്തരമൊരു കൈമാറ്റവുമായി മുന്നോട്ടു പോയാൽ റഷ്യ എന്തിനും തയ്യാറാണ് എന്നാണ് കാർട്ടോപോളോവ് പറഞ്ഞത്. ടോറസ് മിസൈലുകളെ തടയാനും വിക്ഷേപണ കേന്ദ്രങ്ങളെയും ഓപ്പറേറ്റർമാരെയും ആവശ്യമെങ്കിൽ അവ എത്തിക്കുന്ന സ്ഥലങ്ങളെയും ആക്രമിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ടോറസ് KE-PD-350 മിസൈലിന്റെ 500 കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട്. കൂടാതെ റഷ്യ ഉൾപ്പെടെയുള്ള റഷ്യൻ പ്രദേശത്തിനുള്ളിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനും ഇതിന് കഴിയും. ഇത്തരം ആയുധങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഉക്രൈന് ഇല്ലെന്ന് കാർട്ടോപോളോവ് ഊന്നി പറയുന്നുണ്ട്. അമേരിക്കൻ നിർമ്മിത ATACMS, ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ, ഫ്രാൻസിന്റെ സ്കാർപ്പ് എന്നിവയുൾപ്പെടെ ദീർഘദൂര സംവിധാനങ്ങളുടെ മുൻ ഡെലിവറി പാശ്ചാത്യ സൈനിക വിദഗ്ധരുടെ സഹായത്തോടെ മാത്രമേ ഉക്രൈന് വിന്യസിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ജർമ്മനി ഉക്രൈന് സൈനിക സഹായമായി 28 ബില്യൺ യൂറോയുടെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിൽ പാട്രിയോട്ട്, IRST പോലെയുള്ള ആകാശ പ്രതിരോധ സിസ്റ്റങ്ങളും ജിയോപാഡ് ആന്റി എയർക്രാഫ്റ്റ് ടാങ്കുകളും വൻതോതിലുള്ള വെടിയുണ്ടകളും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ 10,000-ലധികം ഉക്രൈൻ സൈനികർക്ക് ജർമ്മനിയിൽ പരിശീലനവും നൽകുകയും ചെയ്തു. സൈനിക സഹായത്തിന് പുറമെ ജർമ്മനി ഉക്രൈന് 44 ബില്യൺ യൂറോയുടെ സാമ്പത്തിക, മാനവീയ സഹായവും നൽകിയിട്ടുണ്ട്. ഇതിൽ ഊർജ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണം, മെഡിക്കൽ സഹായം, അഭയാർത്ഥികൾക്കുള്ള സഹായം എന്നിവയും ഉൾപ്പെടുന്നു. 2022-ൽ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയുമായുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തിവെച്ച് ഉക്രൈന്റെ കൂടെ നിൽക്കുകയായിരുന്നു ജർമ്മനി ചെയ്തത്. നാറ്റോ സഖ്യത്തിൽ ഉക്രൈനെ ചേർക്കാൻ ശ്രമിച്ച ജർമ്മനി സ്വന്തം കുഴി തോണ്ടുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചതത്രയും. കാരണം റഷ്യക്ക് വിരുദ്ധ നിലപാട് സ്വീകരിച്ചതോടെ ജർമ്മനിയുടെ തലവര മാറിയിട്ടുണ്ട് എന്നതാണ് സത്യം. എന്തായാലും ഉക്രൈനെ പിന്തുണച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ജർമ്മനി ചെയ്തത്. ജർമ്മൻ കമ്പനികൾ ഉക്രൈനിലെ പ്രതിരോധ മേഖലയിൽ വലിയ നിക്ഷേപം നടത്തുകയും സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജർമ്മനിയുടെ ഉക്രൈനിലുള്ള പിന്തുണ രാജ്യത്തെ ബജറ്റിൽ വലിയ ബാധ്യതകളാണ് സൃഷ്ടിച്ചത്. സൈനിക ചെലവുകൾ 2% GDP-യിലേക്ക് ഉയർത്താൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. കൂടാതെ 1 ദശലക്ഷത്തിലധികം ഉക്രൈൻ അഭയാർത്ഥികളെ സ്വീകരിച്ചതും പൊതുചെലവുകൾ വർദ്ധിപ്പിക്കാൻ കാരണമായി. ചാൻസലർ ഫ്രിഡ്രിച്ച് മെർസിന്റെ നേതൃത്വത്തിൽ ജർമ്മനി കൂടുതൽ സജീവമായ വിദേശ നയങ്ങളും സ്വീകരിക്കേണ്ടതായി വന്നു. ഇത് സൈനിക ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിലും ഉക്രൈനിലുള്ള പിന്തുണ ശക്തിപ്പെടുത്തുന്നതിലും പ്രതിഫലിച്ചു. എങ്കിലും ഈ നീക്കങ്ങൾ ജർമ്മൻ രാഷ്ട്രീയത്തിൽ ചർച്ചകളും വിമർശനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ജർമ്മനിയുടെ ഉക്രൈനിലുള്ള ശക്തമായ പിന്തുണ നാറ്റോയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിച്ചു. ഉക്രൈന്റെ യൂറോപ്യൻ യൂണിയൻ അംഗത്വ ശ്രമങ്ങൾക്കും ജർമ്മനി പിന്തുണ നൽകി. ജർമ്മനി ഈ മിസൈലുകൾ നൽകിയാൽ ജർമ്മൻ ഉദ്യോഗസ്ഥർ അതിനുള്ള മറുപടി എന്താണെന്ന് അറിയുമെന്നും പറയുന്നുണ്ട്. മെയ് 28-ന് ജർമ്മൻ പ്രതിരോധ മന്ത്രാലയം ഉക്രൈന് 5.2 ബില്യൺ യൂറോ, അതായത് $5.6 ബില്യൺ അധിക സൈനിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രാലയത്തിന്റെ കണക്കൊക്കെ അനുസരിച്ച് ഫണ്ടിന്റെ ഭൂരിഭാഗവും ഉക്രൈനുള്ളിൽ ദീർഘദൂര ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 2022-ന്റെ തുടക്കത്തിൽ ഉക്രൈനിൽ സംഘർഷം രൂക്ഷമായതിനു ശേഷം നൽകിയ 28 ബില്യൺ യൂറോയ്ക്ക് പുറമെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ 5.2 ബില്യൺ യൂറോ വരുന്നത്. ഉക്രൈനിലുള്ള കൂടുതൽ സഹായം ജർമ്മനിയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അപ്പോൾ തന്നെ റഷ്യ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
വ്ളാഡിമിർ സെലൻസ്കിക്കൊപ്പം ജർമ്മനിയിലെത്തിയ ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസും അദ്ദേഹത്തിന്റെ ഉക്രൈനിയൻ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമാറോവും ചേർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു. ഈ വർഷം ഉക്രൈനുള്ളിൽ ഗണ്യമായ എണ്ണം ദീർഘദൂര ആയുധ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് ആയുധങ്ങളുടെ തരം വ്യക്തമാക്കാതെ ജർമ്മനി പ്രസ്താവനയിലും പറഞ്ഞു. ഉക്രൈനിയൻ സൈന്യത്തിന് ഇതിനോടകം തന്നെ അവയുമായി പരിചയമുണ്ടെന്നും അധിക പരിശീലനം ആവശ്യമില്ലെന്നും അതിനാൽ ആ ആയുധങ്ങളിൽ ആദ്യത്തേത് ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ഉക്രൈന് നൽകുമെന്നും ജർമ്മനി പറഞ്ഞു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ചെറിയ ആയുധങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ജർമ്മൻ വെടിക്കോപ്പുകളുടെ വിതരണത്തിനും 5 ബില്യൺ യൂറോ ചെലവാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സെലൻസ്കിയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ദീർഘദൂര ആയുധങ്ങളുടെ സംയുക്ത ഉൽപാദനം ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. മെർസിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് യുദ്ധത്തിൽ ജർമ്മനിയുടെ പങ്കാളിത്തം ഇപ്പോൾ വ്യക്തമാണ് എന്നാണ് പറഞ്ഞത്. ഇത് ജർമ്മനിക്ക് റഷ്യ കൊടുത്ത ആദ്യ മുന്നറിയിപ്പാണ്. എന്നിട്ടും പിന്മാറാൻ ജർമ്മനിക്ക് ഉദ്ദേശമില്ലെങ്കിൽ അതിന് ഈ രാജ്യം നേരിടേണ്ടി വരിക കനത്ത തിരിച്ചടികളായിരിക്കും എന്നും പറയുന്നുണ്ട്. 2 ലോക മഹായുദ്ധങ്ങളിൽ തകർന്ന ജർമ്മനി വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ തിരികെ വളർന്നു വന്നത്. എന്നാൽ 3 വർഷമായി റഷ്യയും ഉക്രൈനും തുടർന്ന യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാൻ ജർമ്മനി തയ്യാറായിട്ടില്ലെങ്കിലും അദൃശ്യമായ കൈകടത്തൽ വലിയ പ്രതിസന്ധികളെ രാജ്യത്തേക്ക് വിളിച്ചു വരുത്തുന്നത് പോലെ ഇരിക്കുമെന്നാണ് വിമർശനം വരുന്നത്. 2025 ജർമ്മനി റഷ്യൻ ബന്ധങ്ങൾ തീവ്രമായ രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണത്തെ തുടർന്ന് ജർമ്മനി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതിന്റെ ഫലമായി ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാകുകയുമാണ് ചെയ്തത്. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസിന്റെ നേതൃത്വത്തിൽ ജർമ്മൻ ഉക്രൈന് ദീർഘദൂര ആയുധങ്ങൾ ഉൾപ്പെടെ സൈനിക സഹായം നൽകുന്നുണ്ട്. ഇത് റഷ്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉക്രൈന് സഹായകരവുമാണ്. റഷ്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ജർമ്മനി അനുമതിയും നൽകി കഴിഞ്ഞതോടെയാണ് പ്രശ്നം രൂക്ഷമായി തുടങ്ങുന്നത്. റഷ്യയുടെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ജർമ്മനി തന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ബുണ്ട്സ്വെർ സൈന്യത്തിന്റെ എണ്ണം 2031ഓടെ 2,03,000 ഉയർത്താനാണ് ജർമ്മനിയുടെ പദ്ധതി. ജർമ്മൻ വിദേശകാര്യമന്ത്രി യോഹാൻ വാഡ്ഫുൾ റഷ്യയുടെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ റഷ്യക്കെതിരെ കൂടുതൽ പാശ്ചാത്യ ഉപരോധങ്ങൾ ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല റഷ്യയും ജർമ്മനിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ കാലമായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ആ ചരിത്രമാണ് ഇനി പറയുന്നത്. 1873 ജർമ്മനി, റഷ്യ, ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം എന്നിവ ചേർന്ന് 3 എംപയേഴ്സ് ലീഗ് എന്നൊരു സഖ്യം രൂപീകരിക്കുന്നുണ്ട്. ഇത് യൂറോപ്പിലെ ശക്തികളുടെ ശക്തി സമത്വം നിലനിർത്താൻ ലക്ഷ്യമിട്ടിട്ടായിരുന്നു. എങ്കിലും ബാൽക്കൻ പ്രദേശത്തെ സ്വാധീനത്തിനുള്ള മത്സരങ്ങൾ ഈ സഖ്യത്തെ ദുർബലപ്പെടുത്തി. 1890 റീ ഇൻഷുറൻസ് ട്രീറ്റി അവസാനിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തളർന്നുപോയി. 1914 ജർമ്മനി റഷ്യക്ക് യുദ്ധം പ്രഖ്യാപിച്ചു. ഈ യുദ്ധം ഇരു രാജ്യങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയെടുത്തത്. 1917 റഷ്യൻ വിപ്ലവം, ബോൾഷെവിക്കുകളുടെ അധികാരത്തിലേറൽ എന്നിവ ജർമ്മനിയുടെ ആശങ്ക വർദ്ധിപ്പിച്ചു. 1922 ജർമ്മനിയും സോവിയറ്റ് റഷ്യയും റാപ്പല്ലോ ഉടമ്പടി ഒപ്പുവെക്കുന്നു. ഇത് പരസ്പര സാമ്പത്തിക, രാഷ്ട്രീയ സഹകരണത്തിന് വഴി തുറന്നു. ഇരു രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുമായി ബന്ധം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ ഉടമ്പടി ഇരുപക്ഷത്തിനും ഗുണകരമായി പ്രവർത്തിക്കാൻ തുടങ്ങി. 1939 അതായത് 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജർമ്മനിയും സോവിയറ്റ് യൂണിയനും മോളോട്ടോവ് റിബൻട്രോപ്പ് പാക്ട് എന്ന ആക്രമരഹിത ഉടമ്പടി ഒപ്പുവെക്കുന്നുണ്ട്. ഇത് പോളണ്ടിന്റെ വിഭജനത്തിലേക്കാണ് വഴിയൊരുക്കിയത്. എങ്കിലും 1941 ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ച് ഈ ഉടമ്പടി ലംഘിച്ചു. ഇതോടെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം അവസാനിക്കുകയും വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി കിഴക്കൻ, പടിഞ്ഞാറൻ ജർമ്മനി എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടു. കിഴക്കൻ ജർമ്മനി സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. പടിഞ്ഞാറൻ ജർമ്മനി ആകട്ടെ പാശ്ചാത്യ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചു. ഇത് ശീതയുദ്ധ കാലഘട്ടത്തിന്റെ പ്രതീകമായിട്ട് ഇന്നും അടയാളപ്പെടുത്തുന്ന ചരിത്രമാണ്. ജർമ്മൻ ഐക്യത്തിനും സോവിയറ്റ് യൂണിയന്റെ പിരിമുറുക്കത്തിനും ശേഷം ജർമ്മനിയും റഷ്യയും ശക്തമായ സാമ്പത്തിക ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിലാണ് ഇത് സംഭവിക്കുന്നത്. എങ്കിലും 2014 റഷ്യ ക്രിമിയയെ അനധികൃതമായി കൈവശപ്പെടുത്തിയതോടെ ജർമ്മനി റഷ്യയുമായിട്ടുള്ള ബന്ധം പുനഃപരിശോധിക്കാൻ ആരംഭിച്ചു. 2022 റഷ്യ ഉക്രൈനിലേക്ക് നടത്തിയ ആക്രമണം ജർമ്മനിയെ റഷ്യൻ ഊർജ്ജത്തിൽ നിന്നുള്ള ആശ്രയം കുറയ്ക്കാനും പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രേരിപ്പിച്ച ഘടകമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ബന്ധം ചരിത്രപരമായ അനുഭവങ്ങൾ, രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ, സാമ്പത്തിക ആവശ്യങ്ങൾ എന്നിവയുടെ പ്രതിഫലനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ഇന്നും യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു ബന്ധം കൂടിയാണ്.
എന്തായാലും ജർമ്മനി ഇപ്പോൾ സ്വന്തം തടി നോക്കാതെ റഷ്യയോട് മുട്ടുന്നത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.